Water. The unusual properties of water in the condensed phase, that is liquid and solid states, are due to the presence of extensive hydrogen bonding between water molecules. വാട്ടറിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസൻ്റ് ആണ്. ഒരു മോളിക്യൂളിലെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും അടുത്ത മോളിക്യൂളിലെ ഹൈഡ്രജനും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് intermolecular hydrogen bonding, water has high boiling point, high freezing point, high heat of vaporization, high heat of fusion, etc. വാട്ടറിന് ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നിവ മറ്റുള്ളവയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതിന് കാരണം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. വാട്ടറിന് മറ്റു ലിക്വിഡ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, സർഫസ് ടെൻഷൻ, ഡൈപോൾ മൊമെന്റ് ഇതെല്ലാം കൂടുതലാണ്. സ്ട്രക്ചർ ഓഫ് വാട്ടർ ആൻഡ് ഐസ്. ഐസിൻ്റെയും വാട്ടറിൻ്റെയും സ്ട്രക്ചറാണ് നിങ്ങൾ കാണുന്നത്. സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും വാട്ടറിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസൻ്റ് ആണ്. ഇൻ ദിസ് സ്ട്രക്ചർ each oxygen atom is tetrahedrally surrounded by 4 hydrogen atoms, 2 by covalent bonds and 2 by hydrogen bonds. ഈ സ്ട്രക്ചറിൽ ഓരോ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. ഓരോ ഓക്സിജനും 2 ഹൈഡ്രജൻ ആറ്റംസുമായി കോവലന്റ് ബോണ്ടും മറ്റു 2 ഹൈഡ്രജൻ ആറ്റംസുമായി ഹൈഡ്രജൻ ബോണ്ടും ഫോം ചെയ്യുന്നു. ഇവിടെ സോളിഡ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത് കോവാലന്റ് ബോണ്ടും ഡോട്ടഡ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടുമാണ്. സ്ട്രക്ചർ ഓഫ് ഐസ്. ഐസ് ഹാസ് എ ഓർഡേർഡ് 3-dimensional ഹൈഡ്രജൻ ബോണ്ടഡ് സ്ട്രക്ചർ. ഐസിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസൻ്റ് ആണ്. ഐസിൻ്റെ സ്ട്രക്ചർ 3-dimensional ഹൈഡ്രജൻ ബോണ്ടഡ് സ്ട്രക്ചർ ആണ്. ഇൻ ദിസ് സ്ട്രക്ചർ ഈച്ച് ഓക്സിജൻ ആറ്റം ഈസ് ടെട്രാഹെഡ്രലി സറൗണ്ടഡ് ബൈ 4 hydrogen atoms, 2 by covalent bonds and 2 by hydrogen bonds. ഐസിൻ്റെ സ്ട്രക്ചറിൽ ഓരോ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻ്റ് ആണ്. 2 ഹൈഡ്രജൻ ആറ്റംസ് ഓക്സിജനുമായി കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. മറ്റ് 2 ഹൈഡ്രജൻ ആറ്റംസ് ഓക്സിജനുമായി ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് ഗീവ്സ് ഐസ് എ റാദർ ഓപ്പൺ ലൈക്ക് സ്ട്രക്ചർ വിത്ത് വൈഡ് ഹോൾസ്, ദാറ്റ് ഈസ് ഓപ്പൺ കേജ് ലൈക്ക് സ്ട്രക്ചർ. ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ഐസിന് ഓപ്പൺ ഹോൾസ് ഉള്ള സ്ട്രക്ചറാണ് ഉള്ളത്. അതായത് ഐസിൻ്റെ സ്ട്രക്ചറിൽ വേക്കൻറ്റ് സ്പേസസ് ഉണ്ടായിരിക്കും, വൈഡ് ഹോൾസ് പ്രസൻ്റ് ആയിരിക്കും. ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഓപ്പൺ കേജ് ലൈക്ക് സ്ട്രക്ചർ. ഈ വൈഡ് ഹോൾസ് ഉള്ളത് കൊണ്ട് ഐസിൻ്റെ ഡെൻസിറ്റി ലിക്വിഡ് വാട്ടറിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഐസ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. The density of ice
is less than liquid water due to the presence of wide holes in its structure. Therefore, ice floats in water. Chemical properties of water. First one, amphoteric nature. Water has the ability to act as an acid as well as a base. That is, it behaves as an amphoteric substance. ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് അംഫോട്ടറിക് അല്ലെങ്കിൽ ആംഫിപ്രോട്ടിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. വാട്ടറിന് ആസിഡായിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വാട്ടർ ഒരു അംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ് പ്രകാരം പ്രോട്ടോൺ ഡോണറാണ് ആസിഡ്. അതായത് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആസിഡ്. എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ബേസ്. എച്ച് പ്ലസ് ഡൊണേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആസിഡും എച്ച് പ്ലസ് അക്സെപ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ബേസുമാണ്. ഒരു എക്സാമ്പിൾ നോക്കുക. H2O പ്ലസ് H2O gives H3O പ്ലസ് പ്ലസ് OH മൈനസ്. ഇവിടെ ഒരു വാട്ടർ മോളിക്യൂള് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, മറ്റേ വാട്ടർ മോളിക്യൂള് ആ എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു വാട്ടർ മോളിക്യൂള് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്ത് OH മൈനസ് ആയിട്ട് മാറുന്നു. H2Oയിൽ നിന്ന് ഒരു എച്ച് പ്ലസ് പോയാൽ അത് OH മൈനസ് അയോൺ ആയിട്ട് മാറും. എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആസിഡ്. എച്ച് പ്ലസ് റിലീസ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾ ആണ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. മറ്റ് വാട്ടർ മോളിക്യൂള് ഈ എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്ത് H3O പ്ലസ് അതായത് ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറുന്നു. ആ വാട്ടർ മോളിക്യൂളാണ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വാട്ടറിന് ആസിഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കുക. H2O പ്ലസ് NH3 gives NH4 പ്ലസ് OH മൈനസ്. ഇവിടെ H2O എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്ത് OH മൈനസ് അയോൺ ആയിട്ട് മാറുന്നു. H2O എച്ച് പ്ലസ് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ആസിഡാണ്. NH3 ആ എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്ത് NH4 പ്ലസ് ആയിട്ട് മാറുന്നു. അതായത് ഇവിടെ ബേസ് NH3 ആണ്. അതാണ് എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. H2S പ്ലസ് H2O gives H3O പ്ലസ് പ്ലസ് HS മൈനസ്. ഇവിടെ H2S ഒരു എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്ത് HS മൈനസ് ആയിട്ട് മാറുന്നു. അതായത് H2S ആണ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. H2O H3O പ്ലസ് ആയിട്ട് മാറുന്നു. അതായത് H2O ഒരു എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്ത് H3O പ്ലസ് ആയിട്ട് മാറി. അതിനർത്ഥം വാട്ടർ ഇവിടെ ബേസ് ആയിട്ടാണ്
ആക്ട് ചെയ്യുന്നത്. അമോണിയയുമായിട്ടുള്ള റിയാക്ഷനിൽ വാട്ടർ ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. H2S റിയാക്ഷനിൽ വാട്ടർ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആസിഡായിട്ടും ബേസ് ആയിട്ടും വാട്ടർ ആക്ട് ചെയ്യുന്നു. ഈ നേച്ചറിനെയാണ് അംഫോട്ടറിക് നേച്ചർ എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ടർ അംഫോട്ടറിക് ആണ്, ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. വാട്ടറിന് അംഫോട്ടറിക് നേച്ചർ ഉണ്ടെന്ന് എക്സാമ്പിൾ സഹിതം വിശദമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്ന ഇക്വേഷൻ, ഒന്ന് വാട്ടറും അമോണിയയുമായുള്ള റിയാക്ഷൻ കൊടുക്കാം. അവിടെ വാട്ടർ ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത ഇക്വേഷൻ, വാട്ടറും H2S റിയാക്ഷൻ കൊടുക്കുക. അവിടെ വാട്ടർ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആസിഡായിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് കൊണ്ട് വാട്ടർ അംഫോട്ടറിക് നേച്ചറാണ് കാണിക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് വാട്ടർ. Water undergoes both oxidation and reduction. വാട്ടറിന് ഓക്സിഡേഷനും നടക്കാം, റിഡക്ഷനും നടക്കാം. വാട്ടർ ക്യാൻ ബി ഈസിലി റെഡ്യൂസ്ഡ് ടു ഡൈഹൈഡ്രജൻ ബൈ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ്. വാട്ടർ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസുമായി റിയാക്ട് ചെയ്യുമ്പോൾ റിഡക്ഷൻ നടന്ന് ഹൈഡ്രജനായിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ 2Na പ്ലസ് 2H2O gives 2NaOH പ്ലസ് H2. സോഡിയം പോലെയുള്ള ഹൈലി റിയാക്റ്റീവ് മെറ്റൽസുമായി വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടറിന് റിഡക്ഷൻ നടന്ന് ഹൈഡ്രജനായിട്ട് മാറുന്നു. വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് ടു O2 ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ വാട്ടറിന് ഓക്സിഡേഷനാണ് നടക്കുന്നത്. വാട്ടറിന് ഓക്സിഡേഷൻ നടന്ന് അത് ഓക്സിജനായിട്ട് മാറുന്നു. 6CO2 പ്ലസ് 6H2O gives C6H12O6 പ്ലസ് 6O2. ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. Water has a very strong hydrating tendency. That is, it has the ability to combine with some metal salts to form compounds known as hydrates. Water ചില മെറ്റൽ സോൾട്സുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ, വാട്ടർ കോപ്പർ സൾഫേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ഫോം ചെയ്യുന്നു. വാട്ടർ ഡിസോൾവ്സ് മെനി അയോണിക് കോമ്പൗണ്ട്സ്. പല അയോണിക് കോമ്പൗണ്ട്സും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. Certain covalent compounds and ionic compounds are hydrolyzed in water. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ കോമ്പൗണ്ടിന് സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, P4O10 പ്ലസ് 6H2O gives 4H3PO4.
P4O10 എന്ന കോമ്പൗണ്ടിന് ഹൈഡ്രോളിസിസ് നടന്നാൽ H3PO4 അതായത് ഫോസ്ഫോറിക് ആസിഡ് ഫോം ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിൾ ആണ് SiCl4 plus 2H2O gives SiO2 plus 4HCl. സിലിക്കൺ ടെട്രാക്ലോറൈഡിന് ഹൈഡ്രോളിസിസ് നടന്നാൽ സിലിക്കൺ ഡയോക്സൈഡ് SiO2 ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ഫോം ചെയ്യുന്നു. ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. വാട്ടർ ദാറ്റ് ഗീവ്സ് ലേതർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. വാട്ടർ ദാറ്റ് ഡസ് നോട്ട് ഗീവ് ലേതർ വിത്ത് സോപ്പ് ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. സോപ്പ് പതയുന്ന വെള്ളമാണ് സോഫ്റ്റ് വാട്ടർ. സോപ്പ് പതയാത്ത വെള്ളമാണ് ഹാർഡ് വാട്ടർ. The hardness of water is due to the presence of bicarbonates, chlorides and sulfates of calcium and magnesium. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് അതായത് ഹൈഡ്രജൻ കാർബണേറ്റ്സ്, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ് എന്നിവ വാട്ടറിൽ പ്രസൻ്റ് ആണെങ്കിൽ ആ വാട്ടർ ഹാർഡ് വാട്ടർ ആയിരിക്കും. ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന സോൾട്ടുകളാണ് കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്. മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഈ സോൾട്ടുകൾ വാട്ടറിൽ പ്രസൻ്റ് ആണെങ്കിൽ ആ വാട്ടർ ഹാർഡ് വാട്ടർ ആയിരിക്കും. ഹാർഡ് വാട്ടർ ഫോംസ് എ precipitate with soap. Therefore, hard water is not suitable for laundry. Soap is sodium or potassium salt of higher fatty acids. Higher fatty acidsന്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടാണ് സോപ്പ്. ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്സ് ആണ് ഫാറ്റി ആസിഡ്സ്. ഈ ഫാറ്റി ആസിഡ്സിൻ്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടാണ് സോപ്പ്. സോപ്പിനൊരു എക്സാമ്പിളാണ് സോഡിയം സ്റ്റിയറേറ്റ്. സ്റ്റിയറിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ട് C17H35COONA അതാണ് സോഡിയം സ്റ്റിയറേറ്റ്. ഈ സോഡിയം സ്റ്റിയറേറ്റ് ഹാർഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം സ്റ്റിയറേറ്റ് എന്ന പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ഹാർഡ് വാട്ടറിൽ മഗ്നീഷ്യം അല്ലെങ്കിൽ കാൽസ്യം അയോണ് പ്രസൻ്റ് ആയിരിക്കും. ഈ കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അയോണ് സോഡിയം സ്റ്റിയറേറ്റുമായി റിയാക്ട് ചെയ്ത് കാൽസ്യം സ്റ്റിയറേറ്റിൻ്റെയോ അല്ലെങ്കിൽ മഗ്നീഷ്യം സ്റ്റിയറേറ്റിൻ്റെയോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ഹാർഡ് വാട്ടറിൽ നമ്മൾ ഡ്രസ്സ് അലക്കുകയാണെങ്കിൽ ഈ പ്രസിപ്പിറ്റേറ്റ് ആ ഡ്രസ്സിൽ സ്റ്റിക്ക് ചെയ്യും, ഡ്രസ്സിൽ പറ്റിപ്പിടിക്കും. അതുകൊണ്ടാണ് ഹാർഡ് വാട്ടർ ലോണ്ട്രിക്ക് പറ്റാത്തത്. ദാറ്റ് ഈസ് ഹാർഡ് വാട്ടർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോണ്ട്രി. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് തരത്തിലുള്ള ഹാർഡ്നെസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ്
permanent hardness. Temporary hardness is due to the presence of calcium and magnesium hydrogen carbonates. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഹൈഡ്രജൻ കാർബണേറ്റ്സ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സ് ആണ്. ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ബോയിൽ ചെയ്താൽ റിമൂവ് ചെയ്യുന്ന ഹാർഡ്നെസ് ആണ് ടെമ്പററി ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടർ ബോയിൽ ചെയ്താൽ ആ ഹാർഡ്നെസ് റിമൂവ് ചെയ്യും. രണ്ടാമത്തെ ടൈപ്പ് ഹാർഡ്നെസ് ആണ് പെർമനൻ്റ് ഹാർഡ്നെസ്. ബോയിൽ ചെയ്താൽ റിമൂവ് ചെയ്യാത്ത ഹാർഡ്നെസ് ആണ് പെർമനൻ്റ് ഹാർഡ്നെസ്. പെർമനൻ്റ് ഹാർഡ്നെസ് ഈസ് ദ ഹാർഡ്നെസ് that cannot be removed by boiling. It is due to the calcium and magnesium chlorides and sulfates. കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സും സൾഫൈഡ്സും കാരണമാണ് പെർമനൻ്റ് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. പെർമനൻ്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന സോൾട്ടുകൾ എന്ന് പറയുന്നത് കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയാണ്. കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് ആണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം. ഈ ടെമ്പററി ഹാർഡ്നെസ് ബോയിൽ ചെയ്താൽ റിമൂവ് ചെയ്യാം. പെർമനൻ്റ് ഹാർഡ്നെസ്സിന് കാരണം കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സും സൾഫേറ്റ്സുമാണ്. ബോയിൽ ചെയ്താൽ റിമൂവ് ചെയ്യാത്ത ഹാർഡ്നെസ് ആണ് പെർമനൻ്റ് ഹാർഡ്നെസ്. റിമൂവിങ് ടെമ്പററി ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് ബോയിലിംഗ്. ബോയിലിംഗ് നടത്തുമ്പോൾ റിമൂവ് ചെയ്യുന്ന ഹാർഡ്നെസ് ആണ് ടെമ്പററി ഹാർഡ്നെസ്. ഡ്യൂറിങ് ബോയിലിംഗ് ദ soluble magnesium hydrogen carbonate is converted into insoluble magnesium hydroxide or magnesium carbonate, and calcium hydrogen carbonate is changed to insoluble calcium carbonate. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആണ്. ബോയിൽ ചെയ്യുമ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ ഹൈഡ്രജൻ കാർബണേറ്റ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യം കാർബണേറ്റ് എന്ന പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. കാൽസ്യത്തിൻ്റെ ഹൈഡ്രജൻ കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് എന്ന പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ഈ പ്രസിപ്പിറ്റേറ്റ് എല്ലാം താഴെ സെറ്റിൽ ചെയ്യും, താഴെ അടിഞ്ഞുകൂടും. ദീസ് പ്രസിപ്പിറ്റേറ്റ്സ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഫിൽട്രേഷൻ. ഈ പ്രസിപ്പിറ്റേറ്റ് ഫിൽട്രേഷൻ വഴി നമുക്ക് റിമൂവ് ചെയ്യാം. ഇക്വേഷൻ നോക്കാം. MgHCO3 twice magnesium hydrogen carbonate gives MgOH twice plus 2CO2. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന പ്രസിപ്പിറ്റേറ്റും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ MgHCO3 twice gives MgCO3 plus CO2 plus H2O. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ മെഗ്നീഷ്യം കാർബണേറ്റും കാർബൺ ഡയോക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യാം.
CaHCO3 twice gives CaCO3 plus H2O plus CO2. കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ കാൽസ്യം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും H2Oയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ മഗ്നീഷ്യം കാർബണേറ്റ് ഇതെല്ലാം പ്രസിപ്പിറ്റേറ്റ്സ് ആണ്. അത് താഴെ സെറ്റിലെയും ഈ വാട്ടർ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാട്ടർ സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. ക്ലാസ് മെത്തേഡ് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡാണ് ക്ലാസ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ലൈം ഈസ് ആഡഡ് ടു ഹാർഡ് വാട്ടർ. ക്ലാസ് മെത്തേഡിൽ ഹാർഡ് വാട്ടറിലേക്ക് ലൈം ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഹാർഡ് വാട്ടറിലേക്ക് ലൈം ആഡ് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും കാൽസ്യം കാർബണേറ്റും ആയി മാറാം. അല്ലെങ്കിൽ മഗ്നീഷ്യം കാർബണേറ്റും കാൽസ്യം കാർബണേറ്റും ആയിട്ട് മാറുന്നു. കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. ഇതെല്ലാം പ്രസിപ്പിറ്റേറ്റ്സ് ആണ്. ഈ പ്രസിപ്പിറ്റേറ്റുകളെല്ലാം താഴെ സെറ്റിൽ ചെയ്യും. അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. ഇതാണ് ക്ലാസ് മെത്തേഡ്. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. MgHCO3 twice plus 2CaOH twice gives MgOH twice plus 2CaCO3 plus 2H2O. CaHCO3 twice plus CaOH twice gives 2CaCO3 plus 2H2O. ഇതേപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ്സും മഗ്നീഷ്യം കാർബണേറ്റും കാൽസ്യം കാർബണേറ്റുമായിട്ട് മാറാം. ദാറ്റ് ഈസ് MgHCO3 twice plus CaOH twice gives CaCO3 plus MgCO3 plus 2H2O. മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് ലൈമുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാർബണേറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ കാർബണേറ്റ്സ് പ്രസിപ്പിറ്റേറ്റ്സ് ആണ്. അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു.